നമ്മൾ കാര്യങ്ങൾ എടുത്ത് പരിശോധിക്കുമ്പോൾ 1982 കന്യാകുമാരിയിൽ ഹിന്ദു ക്രിസ്ത്യൻ ലഹള ഉണ്ടായപ്പോൾ ആ ലഹളയുടെ പശ്ചാത്തലത്തിൽ കമ്മീഷൻ കണ്ടെത്തിയ കാര്യം ക്രിസ്ത്യാനികൾ ദേശക്കൂറ് കാണിക്കുന്നില്ലെന്ന് RSSകാർ കുപ്രചാരണം നടത്തി. ന്യൂനപക്ഷങ്ങൾ വളരുകയും ഹിന്ദുക്കൾ കുറയുകയും ചെയ്യുന്നതായി RSS വർഗീയ വാദികളുടെ ആ നിലക്കുള്ള ചേരിതിരിവുകൾ ഉണ്ടാക്കി. ഇങ്ങനെ കൃത്യമായി ഓരോ ഇടവേളയിലും കേരളത്തിലും കേരളത്തിൻ്റെ പുറത്തും തലശ്ശേരി കലാപവുമായി ബന്ധപ്പെട്ട് അത് ചെയ്തത് ഹിന്ദുക്കളാണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടി, മുസ്ലിങ്ങൾക്കെതിരെയുള്ള ആക്രമണങ്ങൾ അത് ചെയ്തത് ഹിന്ദുക്കളാണ്, പിന്നെ ക്രിസ്ത്യൻസ് ആണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ ഒക്കെ ഉണ്ടായതായി നമുക്ക് കൃത്യമായി കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ ഇത് നിരന്തരം ഇത്തരം വിഷയങ്ങൾ വാച്ച് ചെയ്ത ആളുകൾ, ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രി പദത്തിൽ വരെ ഇരുന്ന ഒരു വായന അനുസരിച്ച് ഒരിത്തിരി കൂറൊക്കെ ഒരു പാർട്ടിയല്ല എന്നൊക്കെ ചിന്തിക്കുന്ന പട്ടേൽ, കൂറുണ്ട് എന്ന് എതിരാളികൾ വിമർശിക്കുന്ന പട്ടേൽ, അദ്ദേഹം പോലും രേഖപ്പെടുത്തിയത് അദ്ദേഹത്തിൻ്റെ സർദാർ പട്ടേൽ സെലക്ടർ കറസ്പോണ്ടൻസ് എന്ന അദ്ദേഹത്തിൻ്റെ 1940-1950 കാലത്ത് ഇറങ്ങിയ ഗ്രന്ഥത്തിൽ എഴുതിയ കമൻസിൻ്റെ ഒരു ട്രാൻസ്ലേഷൻ, വളരെ പ്രസക്തനായൊരു സാമൂഹ്യ നിരീക്ഷകൻ ഇന്ന് സോഷ്യൽ മീഡിയയിൽ കുറിച്ചിട്ടത് ഞാൻ വായിക്കണം. RSSൻ്റെ പ്രവർത്തനങ്ങൾ രാജ്യത്തിൻ്റെ നിലനിൽപ്പിന് വ്യക്തമായ ഭീഷണി സൃഷ്ടിക്കുന്നു. തീർച്ചയായും RSSകാർ ധിക്കാരികളായി മാറുകയും വർദ്ധിച്ച തോതിൽ അട്ടിമറി പ്രവർത്തനങ്ങൾ നടത്തുകയുമാണ്. അപ്പോൾ ഇത് ഇവരുടെ ഒരു ബ്ലഡിലുള്ള സാധനമാണ്.